ഇതുപോലെ നിങ്ങളോട് നോക്കുകൂലി ആവശ്യപ്പെട്ട് വരികയോ അല്ലെങ്കിൽ ചുമട്ട് തൊഴിലാളി യൂണിയനിൽ പെട്ടവരല്ലാതെ വേറെ ആരെയും കൊണ്ട് സാധനം ഇറക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു വരികയാണെങ്കിൽ നിങ്ങൾക്ക് നിയമപരമായി എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ പറഞ്ഞുതരാം. നോക്കുകൂലി ഇല്ലീഗലും അൺകോൺസ്റ്റിറ്റ്യൂഷണലും ഒരു ക്രിമിനൽ ഒഫൻസുമാണെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. നോക്കുകൂലി ചോദിച്ച് ചുമട്ടുതൊഴിലാളികൾ നിങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ അത് നിങ്ങളിൽ നിന്നും ബലമായി പണം അപഹരിക്കുന്നതിന് തുല്യമായ കുറ്റകൃത്യമാണ്. 2021 നമ്മുടെ കേരള ഹൈക്കോടതിയുടെ വിധി പ്രകാരം സ്റ്റേറ്റ് ഗവൺമെന്റിന് ഒരു ഡയറക്ഷൻ കൊടുക്കുകയും ഈ ഡയറക്ഷൻ പ്രകാരം കേരള സ്റ്റേറ്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഒരു സർക്കുലർ ഇഷ്യൂ ചെയ്യുകയും ഉണ്ടായി. ഈ സർക്കുലർ പ്രകാരം നോക്കുകൂലി ആവശ്യപ്പെട്ടതിനെ തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് വരികയാണെങ്കിൽ SHO കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്ത് ഉടനടി തന്നെ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. മാത്രമല്ല ആവശ്യമുണ്ടെങ്കിൽ പോലീസ് പ്രൊട്ടക്ഷനും നിങ്ങൾക്ക് നൽകേണ്ടതാണ്. ഇനി എന്തൊക്കെ വകുപ്പുകൾ ചുമത്തി കേസെടുക്കാൻ സാധിക്കുമെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളെ ഭീഷണിപ്പെടുത്തി പണം അപഹരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് 308 BNS പ്രകാരം കുറ്റകരമാണ്. 7 വർഷം വരെ തടവും ഫൈനും ഈടാക്കാവുന്ന കുറ്റമാണ്. ഇതൊരു നോൺ ബെയിലബിൾ ഒഫൻസ് ആയതുകൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്നും അവർക്ക് ജാമ്യം ലഭിക്കുന്നതുമല്ല. ഇനി അവർ നിങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ 351 BNS പ്രകാരവും 189 BNS പ്രകാരവും കുറ്റകരമാണ്. 2 വർഷം വരെ തടവും ഫൈനും ഈടാക്കാവുന്ന കുറ്റമാണിത്. ഇനി നിങ്ങൾ ഇപ്രകാരം ഒരു സിറ്റുവേഷനിൽ പെടുകയാണെങ്കിൽ ധൈര്യമായി തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്ത് ഇവർക്കെതിരെ പോലീസ് പ്രൊട്ടക്ഷൻ മേടിക്കുകയും നടപടിയും സ്വീകരിക്കുക.